ഗ്ലോറി ടു ഗോഡ്. നല്ല ഈ സമയത്തിനായി ദൈവത്തെ നിറഞ്ഞ മനസ്സോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഈ ചാനലിൽ നടക്കുന്ന മീറ്റിംഗ് വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കാണുന്ന നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും പരിശുദ്ധാത്മാവ് നൽകട്ടെ. ആരെങ്കിലും ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെയും കൂടെ അറിവിലേക്കായിട്ടാണ് ഞാൻ പറഞ്ഞത്. ദിവസവും രാവിലെ 6:30ക്കും വൈകുന്നേരം 6:30ക്കും ഞങ്ങളുടെ ഈ മീറ്റിംഗ് ഈ ചാനലിൽ നടക്കുന്നു. ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ചിന്ത പരിശുദ്ധാത്മാവ് ഇന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം, 2 ദിനവൃത്താന്തം, അതിന്റെ 20-ാമത്തെ അധ്യായം 12-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം നമ്മളൊന്ന് വായിച്ചാൽ അതിലിങ്ങനെയാണ് കാണുന്നത്. ഞാൻ ഈ വാക്യം വായിച്ചിട്ട് ഇന്ന് ദൈവം നിങ്ങളോട് അറിയിക്കാൻ തന്ന ചിന്ത, പ്രവചന ശബ്ദം, ദൈവിക ആലോചന ഞാൻ നിങ്ങളെ അറിയിക്കാം. ഒട്ടും നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഇന്നത്തെ ഈ വചനത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഈ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. ദൈവപ്രവൃത്തി വിശ്വാസത്തോടെ ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വിളിച്ചറക്കാൻ തക്കവണ്ണം കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. വായിക്കാം. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല. ഈ നിലവിളിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല. ഈ അഭയം ചൊല്ലുന്നത് ഒരു അജ്ഞനല്ല, ഒരു അജ്ഞാനിയല്ല. ഈ പ്രാർത്ഥിക്കുന്നത്, നിലവിളിക്കുന്നത്, കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് മലർത്തിയിരിക്കുന്നത് ആൾബലമില്ലാത്തൊരു വ്യക്തിയല്ല. യഹൂദയിലെ രാജാവായ യഹോശാഫാത്താണ്. ആ മനുഷ്യൻ യെരുശലേമിൽ വാണുകൊണ്ടിരിക്കുമ്പോൾ തന്റെ നേരെ ദൈവം കൊടുത്ത അവകാശത്തിന് നേരെ, അതാണ് ആ വാക്ക്, ദൈവം കൊടുത്ത അവകാശത്തിന് നേരെ മോവാബ്യരും അമോന്യരും അവരോട് കൂടെ ചേർന്ന് മെയൂന്യരിൽ ചിലരും യുദ്ധത്തിന് പുറപ്പെട്ട് ദൈവം കൊടുത്ത അവകാശത്തെ കൈവശമാക്കാൻ, കവർന്നെടുക്കാൻ, പിടിച്ചെടുക്കാൻ, ദൈവം കൊടുത്ത അവകാശത്തിൽ നിന്ന് ജനത്തെ ചിതറിച്ച ആ ദേശം പിടിച്ചെടുക്കാൻ ശത്രു സൈന്യം പുറപ്പെട്ടപ്പോൾ ഒരു രാജാവ്, പരിചാരകരുള്ള രാജാവ്, ആയുധബലമുള്ള രാജാവ്, പ്രാർത്ഥിക്കുന്ന രാജാവ് ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ദൈവമക്കളെ, ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന, ദൈവം പഠിപ്പിക്കുന്ന ഒരു ശ്രേഷ്ഠകരമായ ഒരു പാഠമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് നേരെ യുദ്ധത്തിന് പുറപ്പെടാൻ ചില മോവാബ്യർ എഴുന്നേൽക്കും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ യഹോശാഫാത്തിനെ പോലുള്ള ഒരു മനുഷ്യന് നേരെ എന്തിന് ഈ കണ്ട 3 കൂട്ടങ്ങൾ അണിനിരന്ന് ആയുധവും സന്നാഹവുമായിട്ട് പുറപ്പെട്ടു വരണം? കാര്യം വളരെ വ്യക്തമാണ്. 11-ാമത്തെ വാക്യം വായിച്ചാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇതാ, നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ, ദൈവം ഏൽപ്പിച്ച അവകാശത്തിൽ നിന്ന് നീക്കിക്കളവാൻ. ഓ ഹല്ലേലൂയ! വളരെ ഷാർപ്പായിട്ട് ദൈവാത്മാവ് ഈ വചനത്തിൽ നിന്നുകൊണ്ട് ചില വ്യക്തികളെ നോക്കി സംസാരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് തന്ന അവകാശം കണ്ടുകൊണ്ട്, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച താലന്തുകൾ കണ്ടുകൊണ്ട്, ദൈവം നിങ്ങളിൽ പകർന്ന അഭിഷേകം കണ്ടുകൊണ്ട്, ദൈവം നിങ്ങൾക്ക് തന്ന സൗഭാഗ്യങ്ങൾ കണ്ടുകൊണ്ട്, ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ കണ്ടുകൊണ്ട്, ദൈവം നിങ്ങൾക്ക് തന്ന ബന്ധങ്ങൾ കണ്ടുകൊണ്ട്, ദൈവം നിങ്ങൾക്ക് ഒരുക്കിയ വാഗ്ദത്തം കണ്ടുകൊണ്ട്, അവസരം കണ്ടുകൊണ്ട് ഒരു കൂട്ടം ഒരു കാലം നിങ്ങളോട് ചേർന്നിരുന്ന, ഒരു കാലം നിങ്ങളോടുകൂടെ ഭക്ഷണം കഴിച്ച, ഒരു കാലം നിങ്ങളോട് സംസാരിച്ച് ചിരിച്ചു കളിച്ച് നടന്ന ചില വ്യക്തിത്വങ്ങൾ തന്നെ ഒരുപക്ഷെ മോവാബ്യരുടെ വേഷം കെട്ടിയും, അമോന്യരുടെ വേഷം കെട്ടിയും, മെയൂന്യക്കാരുടെ വേഷം കെട്ടിയും ഒക്കെ
നിങ്ങൾക്ക് നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വരുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തെ, എന്തുകൊണ്ട് ചങ്ങാതി പോലും ഇപ്പോൾ വൈരിയായി മാറി എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, എന്തുകൊണ്ട് ഇന്നലെ വരെ എന്നോട് ചിരിച്ചിരുന്നവർ ഇന്ന് എന്റെ മുഖം കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, എന്തുകൊണ്ട് ബന്ധുക്കളെല്ലാം എന്റെ ശത്രുക്കളാകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് ആരോടൊക്കെയോ ആലോചന പറയുകയാണ്. സുഹൃത്തെ, ദൈവം നിനക്ക് തന്ന അവകാശത്തിന് നേരെയാണ് ശത്രുവിന്റെ കണ്ണ്. ഹല്ലേലൂയ. പക്ഷെ യഹോശാഫാത്ത് ഇവിടെ രാജാവാണെന്നോ രാജാധികാരം എന്റെ കയ്യിലുണ്ടെന്നോ ഞാൻ വിചാരിച്ചാലും ചില കാര്യങ്ങൾ നടക്കുന്നു ഒന്നും പറയുന്നില്ല. യഹോശാഫാത്തിന്റെ ആ ലൈഫ് സ്റ്റൈൽ, യഹോശാഫാത്തിന്റെ പ്രാർത്ഥനയിലുള്ള ആ ഒരു വിശ്വാസം, യഹോശാഫാത്തിന്റെ ആ ഒരു ലീഡർഷിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ദേശത്തിലുള്ള സകല, എന്തിനേറെ പറയുന്നു, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, മുല കുടിക്കുന്ന പിള്ളേരെ വരെ വിളിച്ചു കൂട്ടിയ ഒരു സന്ദർഭം അത് വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. താഴേക്ക് വായിക്കുമ്പോൾ അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. ഒരു പ്രശ്നം വരുമ്പോ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അവര് വേറെ 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 മുറി പോയി ഇരിക്കുവല്ല ചെയ്യണം. ഒരു പ്രശ്നം വരുമ്പോൾ വീട്ടിലുള്ളവർ പ്രാർത്ഥന പായിൽ ഒന്നിച്ചു കൂടണം. ഒരു പ്രശ്നം വരുമ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ ഒന്നിച്ചു കൂടണം. നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായി ഒന്നിച്ചു കൂടണം. യഹോവയോട് സഹായം ചോദിപ്പാൻ ഒന്നിച്ചുകൂടി. ദൈവത്തിന് ഈ ഒരുമനപ്പെടുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപക്ഷെ നിങ്ങളോടുകൂടെ പ്രാർത്ഥിക്കാൻ ആരും കാണത്തില്ല, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒരുപക്ഷെ നിങ്ങളോടുകൂടെ ചേർന്നിരിക്കാൻ ആരും കാണത്തില്ല. നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ ഒറ്റപ്പെട്ട് വിശ്വാസത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിരാശപ്പെടരുത്. നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആത്മാവ് അവിടെ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് നടുവിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെന്ന ഒരു വ്യക്തി, നിങ്ങളുടെ ആത്മാവ്, നമ്മുടെ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ്, മൂന്നും കൂടെ ചേർന്നാൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ നമുക്ക് വേണ്ടി ആത്മാവ് തന്നെ അറിയാത്ത നിലവാരത്തിൽ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. ഓക്കെ, എനിവേ, ഇവിടെ ഒന്നിച്ചു കൂടുന്ന യഹൂദ ജനം, ആ ജനത്തിന് എങ്ങനെ വിടുതലുണ്ടാകാതിരിക്കും? ദൈവസന്നിധിയിൽ സഹായം ചോദിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ വിടുതലുണ്ടാകാതിരിക്കും? ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, നിങ്ങളെ ഞാനൊന്ന് ഉണർത്തുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഈ വചനം പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, യഹോവയോട് സഹായം ചോദിപ്പാൻ. ഇത് ഒരു വല്ലാത്ത ഒരു ചലഞ്ചാണ്. കാരണം സഹായം ചോദിച്ചാൽ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു സമയമില്ല. കാരണം 2-ാമത്തെ വാക്യത്തിൽ വന്ന ആകെ കൂടെ യഹോശാഫാത്തിനെ പേടിപ്പിക്കുന്ന ജനതകളെയാണ് കാണുന്നത്. ഒരു പ്രശ്നം വന്ന് നിൽക്കുമ്പോൾ, ഒരു വല്ലാത്ത പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നവരല്ല, നമ്മളെ മെന്റർ ചെയ്യുന്ന, നമ്മളെ സ്പിരിച്വലി മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മെ എൻകറേജ് ചെയ്യുന്നവരാണ് ആവശ്യം. പക്ഷെ ഇവിടെ യഹോശാഫാത്തിനെ സംബന്ധിച്ചിടത്തോളം 2-ാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് ആരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞ് ഇതേ വിഷയം തന്നെ കുറച്ചും കൂടെ ഡയല്യൂട്ട് ചെയ്ത് പറയാൻ പാടില്ല. ഈ ചെറിയ കാര്യങ്ങളെ ഭയങ്കരമായി വീർപ്പിച്ച്, ദൈവസഹായത്തിൽ ഒടുങ്ങാവുന്ന കേസുകളെ എല്ലാം ഭയങ്കരമായിട്ട് വീർപ്പിച്ച്, നമ്മുടെ ബുദ്ധി പോലും സമരത്തിൽ ഏർപ്പെടുത്തി, നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ആകെ കുഴച്ച് അസ്വസ്ഥപ്പെടുത്തുന്ന ജനത്തിന്റെ നടുവിലാണ് നീ നിൽക്കുന്നതെങ്കിൽ പോലും നിനക്ക് തികഞ്ഞ ദൈവാശ്രയം ഉണ്ടെങ്കിൽ, സുഹൃത്തെ, നീ ഇതിനെയൊക്കെ മറികടന്ന് നിന്നെ ദൈവം ഏൽപ്പിച്ച വാഗ്ദത്തത്തിനകത്ത് നിന്നെ ഉറപ്പിക്കും. എത്ര പേർക്ക് എനിക്കൊരു ആമയം, ദൈവത്തിനൊരു ആമയം പറയാൻ പറ്റും? എത്ര പേർക്ക് പറയാൻ പറ്റും? നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന്, ദൈവം നിന്നോട് പറഞ്ഞ പ്രോമിസ് നിനക്ക് തരത്തില്ലെന്ന്, നിന്നെ ഈ വിശ്വാസത്തിനകത്ത് നിലനിർത്തത്തില്ലെന്ന്, നിന്നെ ഈ ദൈവവചനം കേൾക്കുന്ന ശീലത്തിൽ ഉറപ്പിക്കത്തില്ലെന്ന്, നിന്നെ അഭിഷേകത്തിൽ വളരാൻ അനുവദിക്കത്തില്ലെന്ന്
ദൈവം കണ്ട കാഴ്ചപ്പാടിലേക്ക് പ്രയോജനപ്പെടാൻ വിടത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന സകല അമോന്യ ശക്തികളും മോവാബ്യ ശക്തികളും മെയൂന്യ ശക്തികളും ഇന്ന് ദൈവം തകർക്കും. ആമേൻ, ഹല്ലേലൂയ. വചനം പറയുന്നത് വളരെ വളരെ ക്ലാരിറ്റിയോടെയാണ്. കുറച്ചു കൂട്ടർ വന്ന് പറയുകയാണ്, അവർ ഇതാ എൻ ഗതി എന്ന ഹസസോൻ താമാരിൽ ഉണ്ട് എന്ന് മറ്റു ചിലർ വന്ന് പറയുന്നു. ഒരാൾ പറയുന്നു ഒരേ നിന്റെ നേരെ ഒരെണ്ണം പുറപ്പെട്ട് വരുന്നു. മറ്റൊരാൾ പറയുന്നു വന്ന ചില കൂട്ടരുതേ ഇന്നടുത്ത് മാറി നിപ്പുണ്ട്, നീ വെളിയിൽ ഇറങ്ങി അതിന്റെ തലയെടുക്കും. നമ്മെ പ്രൊട്ടക്ട് ചെയ്യാനൊന്നും ഈ ഭൂമിയിൽ ആരും കാണത്തില്ല പ്രിയപ്പെട്ടവരെ. എല്ലാവരും നമ്മളോട് ഒന്നുകിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും, എന്ത് ചെയ്യും, എങ്ങനെ കടക്കും, എങ്ങനെ ജീവിക്കും, എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ എല്ലാവരും നമ്മുടെ നേരെ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ചോദ്യങ്ങൾ ചോദിച്ച് നമ്മെ തന്നെ ഉത്തരം കിട്ടാത്ത അനുഭവത്തിനകത്ത് തളച്ചിടുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ഉത്തരം ലഭിക്കുന്ന ഒരേ ഒരു സന്നിധി ദൈവസന്നിധിയാണ്. ഈ ലോകത്തിൽ ലക്ഷക്കണക്കിന് ജനം പറയുമായിരിക്കും ദൈവമില്ലെന്ന്. പക്ഷേ ദൈവസഹായം ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ച് പ്രാപിച്ച് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും പറയാൻ പറ്റത്തില്ല ദൈവമില്ല എന്ന്. ഒരു കൂട്ടർ വന്ന് യഹോശഫാത്തിന്റെ ബുദ്ധിമണ്ഡലത്തെ ബന്ധിച്ചു കളയുമ്പോൾ, അല്ലെങ്കിൽ പ്രവർത്തന രഹിതമാക്കി കളയുമ്പോൾ, തികഞ്ഞ ദൈവാശ്രയത്വത്തോടുകൂടെ യഹൂദ ജനത്തെ മുഴുവനും വിളിച്ചുകൂട്ടി, കുഞ്ഞുകുട്ടികൾ സഹിതം വിളിച്ചുകൂട്ടി ഒരു ഉപവാസം നിയമിച്ച്, വരുവിൻ നമുക്ക് ദൈവത്തോടൊരു ദൈവസഹായം ചോദിക്കാം എന്ന് പറഞ്ഞ യഹോശഫാത്തിന്റെ മനോഭാവം ഇന്ന് നിനക്കുണ്ടാകട്ടെ. ഒരു കൂട്ടമായി അരാമ്യ പടയെ തകർക്കാൻ, ഒരു കൂട്ടിയ മോവാബ്യ ശക്തികളെ തകർക്കാൻ നിനക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ സുഹൃത്തെ, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. താഴേക്ക് വായിക്കുമ്പോ 11-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോ വായിച്ചത്. അവർ വരുന്നത് എന്തിനാണ്? അവകാശങ്ങൾ ഛേദിക്കാൻ. ശത്രു നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് നിന്റെ അവകാശങ്ങളെ ഛേദിക്കാനാണ്. പിശാച് നിന്നെ നോട്ടമിടുന്നത് നിന്റെ അവകാശങ്ങളെ ഛേദിക്കാനാണ്. സാത്താൻ നിനക്ക് നേരെ ഉന്നം വെക്കുന്നത് നിന്റെ അവകാശങ്ങൾ ഛേദിക്കാനാണ്. എന്നാൽ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് തികഞ്ഞ സമർപ്പണമാണ്. സമർപ്പണമുള്ളൊരു ജീവിതം വേണം കേട്ടോ. സമർപ്പണമുള്ളൊരു ജീവിതം വേണം. ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾ അറിയുന്നതുമില്ല. ചില വിഷയങ്ങൾക്കകത്ത് കുഴങ്ങി നിൽക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. അവരിങ്ങനെയാണ് ദൈവത്തോട് ചോദിക്കുന്നത്, കർത്താവേ, ഞാൻ ഈ പ്രശ്നത്തിനകത്ത് എന്ത് ചെയ്യണം? എന്റെ ഈ അവസ്ഥയിൽ ഞാൻ എന്തോ ചെയ്യണം? ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിനപ്പുറമായി ഞാൻ എന്തോ ചെയ്യണം കർത്താവേ എന്ന് ചോദിച്ചു നിൽക്കുന്ന ചില വ്യക്തികളുണ്ടെന്ന് പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ സഹായം ചോദിച്ചിരിക്കുന്നത് ഒരു രാജാവിനോടല്ല, നിങ്ങൾ സഹായം ചോദിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനോടല്ല, നിങ്ങൾ സഹായം ചോദിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവത്തോട് ആയിരിക്കെ അവിടുന്ന് നിനക്ക് മറുപടി വന്നിരിക്കും. അവസാന വാക്യം പറയുന്നത് എന്താന്ന് നോക്കിയേ. 12-ാമത്തെ വാക്യത്തിന്റെ അവസാനം പറയുന്നത് എന്താന്ന് നോക്കിയേ. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ യഹൂദ്യരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ, കണ്ടോ, അതിനകത്ത് കുഞ്ഞുമക്കൾ കാണും, അതിനകത്ത് ഫീഡ് ചെയ്യാനുള്ള കുഞ്ഞുങ്ങൾ വരെ കാണും. കാരണം എല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ദിവസവും 2 നേരം ദൈവവചനം ഉണ്ടല്ലോ. രാവിലെ 6:30 മണിക്ക്, വൈകുന്നേരം 6:30 മണിക്ക് ഉണ്ടല്ലോ. ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്ന വചനം കേൾക്കുന്ന ഈ സന്തോഷം നമുക്ക് വേറെ എന്തോത്തിലുണ്ട്? നിങ്ങളൊന്ന് പറ. എന്നെ സംബന്ധിച്ച് വേറെ ഒന്നിലുമില്ല. 2 നേരവും നിങ്ങളോട് ദൈവവചനം പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ കുടുംബത്തിന്റെ സന്തോഷം അതാണ്. നിങ്ങളോട് ദൈവവചനം പറയാൻ കഴിയുന്നു. ഇതിലും വലിയൊരു സന്തോഷം വേറെയില്ല. വായിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മഥന്യാവിന്റെ മകനായ യെയിയേലിന്റെ മകനായ ബെനായാവിന്റെ മകനായ സെഖരിയാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. അവനെ ദൈവാത്മാവ് പ്രവചനാത്മാവിൽ നിറച്ച് പ്രവചിച്ച് പറയുന്നത് വാക്യം ഇതാണ്. ഇത് നിങ്ങളോടുള്ളൊരു ദൂതാണ് പ്രിയപ്പെട്ടവരെ. ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. പരിശുദ്ധാത്മാവ് നിന്നെ തട്ടി ഉണർത്തി പറയുകയാണ്.
ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ചില വമ്പൻ വഴക്കിന്റെയും വാക്കുതർക്കത്തിന്റെയും നടുവിൽ സുഹൃത്തെ, യുദ്ധം നീ ദൈവത്തിന് വിട്ടുകൊടുക്ക. ചില കീറാമുട്ടി പോലെ, ചില പിളരാപ്പാറ പോലെ നിൽക്കുന്ന പർവ്വത സമാനമായ ചില വിഷയങ്ങളെ നോക്കി നീ ഭയപ്പെട്ടും ആകുലപ്പെട്ടും മനുഷ്യരെ ഭയപ്പെട്ടും ചിന്തയെ ഭയപ്പെട്ടും അവരുടെ പ്രവൃത്തികളെ ഭയപ്പെട്ടും അവരുടെ നാവിനെ ഭയപ്പെട്ടും ഒക്കെ നിൽക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, സുഹൃത്തെ, യുദ്ധം ദൈവത്തിൻ്റെതാണ്, യുദ്ധം ദൈവത്തിൻ്റെതാണ്, യുദ്ധം ദൈവത്തിൻ്റെതാണ്. പ്രാർത്ഥന നിന്റേതും പ്രവൃത്തി ദൈവത്തിൻ്റെതുമാണ്. ആമേൻ. പ്രാർത്ഥന താങ്കളുടേതും പ്രവൃത്തി ദൈവത്തിൻ്റെതുമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനുഷ്യരെ ഭയമുണ്ടോ? മരുമകളെ ഭയമുണ്ടോ? മരുമകനെ ഭയമുണ്ടോ? അമ്മയെ ഭയമുണ്ടോ? അമ്മായിയമ്മയെ ഭയമുണ്ടോ? അപ്പനെ ഭയമുണ്ടോ? വേറെ ആരെയൊക്കെ നിങ്ങൾ ഭയക്കുന്നേ? മനുഷ്യ ഭയം കണിയാണ്. ഭയപ്പെടേണ്ടത് ദൈവത്തെ മാത്രമാണ്. ദേഹത്തെ കൊന്നിട്ട് ദേഹി ഒന്നും ചെയ്യാൻ കഴിയാത്തവനെ നീ ഭയപ്പെടേണ്ട. എന്നാൽ ദേഹത്തെ ദേഹിയും ഒരുപോലെ നരകത്തിലിടാൻ തക്കവണ്ണം ശക്തനായ അധികാരമുള്ള ദൈവത്തെ ഭയപ്പെടുക. വേദപുസ്തകം താഴേക്ക് വായിക്കുമ്പോൾ കാണുന്നത്, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ പടയിൽ പൊരുതുവാൻ ദൈവാത്മാവ് നിന്നോട് പറയാ, കുഞ്ഞെ, നിന്നെ ഈ വലിയ തകർച്ചകൾ കാണിച്ച് നീ നിന്നെ ഭയപ്പെടുത്തുന്നു, വലിയ ആകുല ചിന്തകളിട്ട് നിന്നെ ആകെ അസ്വസ്ഥപ്പെടുത്തുന്നു, നിന്നെ ഭീതിപ്പെടുത്തുന്നു, നിന്റെ കഴിവുകളെ ബന്ധിക്കുന്നു, അവസരങ്ങളെ ബന്ധിക്കുന്നു. നീ ഭയപ്പെടരുത്, ഇതിന് നേരെ നീ പൊരുതരുത്. നിനക്കെതിരെ നീ പോലും ചെയ്യാത്ത കഥകൾ ഉണ്ടാക്കി നിന്റെ അവകാശത്തിൽ നിന്ന് നിന്നെ ഛേദിച്ചു കളയുവാൻ വേണ്ടി പിശാചി ശ്രമിക്കുമ്പോൾ, മനുഷ്യന്റെ രൂപത്തിൽ ശ്രമിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, ഈ പടയിൽ പൊരുതുവാൻ നിനക്ക് ആവശ്യമില്ല, ഈ പടയിൽ പൊരുതുവാൻ നിനക്ക് ആവശ്യമില്ല. ഇതിന്റെ യുദ്ധം ദൈവമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നിനക്ക് വേണ്ടി ദൈവം ന്യായപാലനം ചെയ്യും, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. താഴേക്ക് വായിക്കുമ്പോൾ കാണാം, യഹൂദായും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോടുകൂടെയുണ്ട്. യഹോവ നിങ്ങളോടുകൂടെയുണ്ട്. 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദായ്ക്ക് വിരോധമായി വന്ന അമോന്യരെയും മോവാബ്യരെയും സേയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അവർ അങ്ങനെ തന്നെ തോറ്റുപോയി. എല്ലാവരും സംഹരിച്ച ശേഷം അവർ അന്യോന്യം പടപരുതി. അവർ മുഴുവനായി നിശേഷം ഇല്ലാതായി തീർന്നു. പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതൊരു ചെറു സന്ദേശമായതുകൊണ്ട് ഞാനിത് ഇവിടെ നിർത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവവേദനെ, നിനക്ക് നേരെ 2-3 ഗ്യാങ് തിരിഞ്ഞ് നിങ്ങൾക്കെതിരെ എന്ത് പദ്ധതി ഉണ്ടാക്കിയാലും അവർ അന്യോന്യം വെട്ടി നശിച്ചു പോകുന്നതല്ലാതെ അവരുടെ ഒരു പദ്ധതി നിനക്ക് നേരെ ഏശത്തില്ല. കാരണം നീ പ്രാർത്ഥിക്കുന്ന ഒരു യഹൂദയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന ഒരു യഹോശാഫാത്താണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ, നീ ദൈവസ്നേഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ നിന്റെ കുടുംബവും ലജ്ജിക്കേണ്ടി വരത്തില്ല. എന്ത് കാര്യത്തിലാണെങ്കിലും ഈ വേദപുസ്തകം കള്ളം പറയത്തില്ല, ഈ ബൈബിൾ കള്ളം പറയത്തില്ല. നിങ്ങൾ ലജ്ജിക്കേണ്ടി വരത്തില്ല, നിങ്ങൾ നശിച്ചു പോകത്തില്ല. കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഇന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയപ്പെട്ട സുഹൃത്തെ, മറക്കരുത്, നമുക്ക് 2 നേരം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമുണ്ട്. നിങ്ങൾ ഇന്ന് മുതൽ കയറുക, വചനത്തിൽ കയറുക. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ മീറ്റിംഗ് ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്ക് ഈ 2 സമയം മീറ്റിംഗ് ഈ ചാനലിലുണ്ട്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾ ദൈവവചനം കേൾക്കാൻ താല്പര്യം കാണിക്കുക. അതിനാട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. ദൈവവചനത്തിനകത്ത് നിങ്ങൾ പണിയപ്പെടുക. നമുക്ക് ഈ ലോകത്തിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ദൈവവചനത്തിൽ വളരാൻ, ദൈവാത്മാവിൽ വളരാൻ ദൈവവചനമേ ഉള്ളൂ. ആ ദൈവവചനത്തിനകത്ത് നിങ്ങൾ നിൽക്കുക, വചനം പിടിക്കുക, വചനത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക. ദൈവം നിങ്ങളെ സഹായിക്കും. കർത്താവ് നിങ്ങളെ ബലപ്പെടും. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ കാണുന്ന നമ്പറിൽ നിങ്ങൾ അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് എന്ത് കോൺവെർസേഷൻ വേണമെങ്കിലും വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ചെയ്യാം. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഒപ്പം മറക്കരുത്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പ്രയർ ഹാളിന്റെ കൺസ്ട്രക്ഷനും കൂടെ നിങ്ങൾ വെക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആ പ്രയർ ഹാളിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി നൽകാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കാണുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ നൽകുക. കർത്താവ് നിങ്ങളെ അതിനാൽ ബ്ലസ് ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇവർ ഈ വചനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവെ, ഏത് രാജ്യത്തിലിരുന്നാണ്, ഏത് പട്ടണത്തിലിരുന്നാണ്, ഏത് ടൈമിലാണ് ഇവർ കാണുന്നതെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഇവരിപ്പോൾ സൗഖ്യമാകട്ടെ, ഇവരിപ്പോൾ വിടിവിക്കപ്പെടട്ടെ, ഇവരിപ്പോൾ സ്പർശിക്കപ്പെടട്ടെ, ഇവരിപ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഈ കിഡ്നിയുമായിട്ട്
ബന്ധപ്പെട്ട് എന്തോ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിന്റെ ആത്മാവ് കാണിക്കുന്നു. അവരുടെ കിഡ്നി റിലേറ്റഡ് ഡിസീസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഈ കാതുമായിട്ട് ബന്ധപ്പെട്ട് ഇയർ റിലേറ്റഡ് ഡിസീസ് അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവിന്റെ ആത്മാവ് ഈ സെക്കൻഡിൽ സ്പർശിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. പിതാവേ, ഈ ജനം എല്ലാം കേൾക്കപ്പെട്ട വചനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ട് ഇവർക്ക് വിരോധമായി നിൽക്കുന്ന സകലതും യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. ഞാൻ ഇവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ.